ഡിഗ്രി കഴിഞ്ഞ് ചുരുങ്ങിയ സമയം കൊണ്ട് 80,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? തീർച്ചയായും നിങ്ങൾക്കത് ലഭിക്കും. 6 മാസം കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ ബാങ്കിംഗ് സെക്ടർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതും നമ്മളുടെ നാട്ടിൽ തന്നെ മികച്ച ശമ്പളത്തോടു കൂടി ജോലി. ഡിഗ്രി PG ഫൈനൽ ഇയർ എക്സാമിന്റെ ചൂടിലായിരിക്കും നിങ്ങളല്ലേ? ഏതാനും മാസങ്ങൾ കൊണ്ട് നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് നിങ്ങൾ അടുത്തത് എന്ത് എന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിന് മുന്നിലേക്കാണ് നിങ്ങൾ നടന്നു നീങ്ങുന്നത്. എല്ലാ വർഷവും നിരവധി ഒഴിവുകളാണ് ബാങ്കിംഗ് ഇൻഷുറൻസ് സെക്ടറിൽ എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതും ഡിഫറെന്റ് എക്സാമുകളിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ബാങ്കിംഗ് ആസ്പിരൻസിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ബാങ്കിംഗ് ആസ്പിരൻസിനെ പറ്റി ഒരുപാട് റൂമേഴ്സ് നമുക്കിടയിലുണ്ട്. ഈ BCom കഴിഞ്ഞ ആൾക്കാർക്കാണ് ബാങ്കിങ് ആപ്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ BTech കഴിഞ്ഞ ആൾക്കാരെയാണ് അവർ കൂടുതലും ബാങ്കിലേക്ക് സെലക്ട് ചെയ്യുള്ളൂ. അത്തരത്തിലുള്ള പല റൂമേഴ്സ് നമുക്കിടയിലുണ്ട്. സത്യത്തിൽ ഇതൊക്കെ കംപ്ലീറ്റ്ലി അത് അടിസ്ഥാനരഹിതമാണ്. കാരണം നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ, നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആണ് എങ്കിൽ നിങ്ങൾ ഒരു ബാങ്ക് എക്സാം എഴുതുവാൻ എലിജിബിൾ ആണ്. ഗ്രാജുവേഷൻ ആണ് അതിൻ്റെ ഒരു അടിസ്ഥാന യോഗ്യത. മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ്. പല ബാങ്കിങ് റിക്രൂട്ട്മെന്റിലും പെർസെൻറ്റേജ് പോലും ചോദിക്കുന്നില്ല. പെർസെൻറ്റേജ് ചോദിക്കുന്ന ചില റിക്രൂട്ട്മെന്റുകളുണ്ട്, അതിലേക്ക് നമ്മൾ ഈ വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് നിങ്ങളൊരു ഡിഗ്രി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ബാങ്കിന്റെ എക്സാം എഴുതാൻ പറ്റും. ബാങ്ക് സാധാരണ രീതിയിൽ ഏതൊരു ഗ്രാജുവേറ്റ്സിനും എഴുതാൻ പറ്റുന്ന 2 പോസ്റ്റുകളാണ് ബാങ്കിങ് സെക്ടറിൽ ഉള്ളത്. ഒന്ന് പ്രൊബേഷണറി ഓഫീസർ, 2 ക്ലർക്ക് അഥവാ ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയപ്പെടും. പ്രൊബേഷണറി ഓഫീസർ എന്ന് പറയുന്നത് സത്യത്തിലെ ഒരു ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റാണ്. അത് നിങ്ങൾക്ക് ഒരു 2 ഇയർ പ്രൊബേഷൻ ഉണ്ടാവും. ആ ഒരു പ്രൊബേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അസിസ്റ്റന്റ് മാനേജറായിട്ടായിരിക്കും ബാങ്കിൽ വർക്ക് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ മാനേജറായിട്ടായിരിക്കും നിങ്ങൾ ബാങ്കിൽ വർക്ക് ചെയ്യേണ്ടി വരിക. സോ ക്ലറിക്കൽ പോസ്റ്റ് എന്ന് പറയുന്നത് ബാങ്കിലെ ക്ലറിക്കൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു ജോബായിരിക്കും, ആ ഒരു പ്രൊഫൈലായിരിക്കും ആ ഒരു ജോബ് നേടുന്ന ആൾക്കുണ്ടായിരിക്കുക. അപ്പം ഈ 2 പോസ്റ്റുകളിലേക്കും ജസ്റ്റ് ഡിഗ്രി ഉണ്ടേ എങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് അവസരങ്ങളാണ് ബാങ്കിങ് സെക്ടറിൽ എല്ലാ വർഷവും ഉണ്ടാകുക. അത് തന്നെയാണ് ഒരു ബാങ്കിങ് സെക്ടറിന്റെ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സെക്ടേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ 2 or 3 എക്സാമുകളിലൂടെ കംപ്ലീറ്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥലത്ത് ബാങ്കിങ് സെക്ടറിൽ ഒരു വർഷം ഒരു 20ഓളം എക്സാമുകൾ നിങ്ങൾക്ക് ഒരു ആസ്പിരന്റിന് എഴുതാനുണ്ടാവും. ഈ ഒരു 20ഓളം എക്സാമുകളിലായിട്ടായിരിക്കും ബാങ്കിങ് ഇൻഷുറൻസ് സെക്ടറിലെ കംപ്ലീറ്റ് വേക്കൻസീസ് അവർ ഫില്ല് ചെയ്യുന്നുണ്ടാകുക. നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതേപോലെ കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതേപോലെ ഗ്രാമീൺ ബാങ്ക് അല്ലെ, നമ്മുടെ നാട്ടിലെ കേരള ഗ്രാമീൺ ബാങ്ക്. ഇത്തരത്തിലുള്ള ബാങ്കുകളെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവരെല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആസ്പിരന്റിനും ഒരു വർഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ബാങ്കിങ് സെക്ടറിന്റെ ഒരു പ്രത്യേകത. ഇപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ വർഷവും സാധാരണ രീതിയിൽ ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ നോട്ടിഫിക്കേഷനുമായി വരാറുള്ളതാണ്. PO നോട്ടിഫിക്കേഷൻ വരും, അതേപോലെ ക്ലറിക്കൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പം PO 2 എക്സാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി നമുക്ക് 2 എക്സാം ലഭിക്കും. അതേപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വിളിക്കാറുള്ളതാണ്. പിന്നെ അതേപോലെ IBPS എന്നുള്ള പേര് പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. അതായത് നമ്മുടെ നാട്ടിലെ നാഷണലൈസ്ഡ് ബാങ്കുകൾ, ഫോർ എക്സാമ്പിൾ കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇത്തരത്തിലെ നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് വേണ്ട റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് ബോഡിയാണ് IBPS. ഈ പറഞ്ഞ ബാങ്കുകളിലേക്ക് വേണ്ട പ്രൊബേഷണറി ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുക IBPS ആണ്. എല്ലാ വർഷവും ഒരുപാട് വേക്കൻസീസ് ആണ് ഈ IBPS PO, IBPS ക്ലർക്ക്, ഈ പറഞ്ഞ 2 എക്സാമുകൾ വഴി എല്ലാ വർഷവും നടക്കുന്നത്. അതേപോലെ ഗ്രാമീൺ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അവർ സെപ്പറേറ്റ് മറ്റൊരു എക്സാമിലൂടെ നടത്തുന്നു. ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കർണാടക ബാങ്ക്, ഇത്തരത്തിലുള്ള ബാങ്കുകളെല്ലാം ഡിഫറെന്റ് ആയിട്ടാണ് എക്സാംസ് നടത്തുന്നത്. അതേപോലെ തന്നെ ബാങ്കിങ് ആസ്പിരൻസിന് കിട്ടുന്ന വേറൊരു പോസിറ്റീവ് സൈഡാണ് ഇൻഷുറൻസ് സെക്ടർ. കാരണം ബാങ്ക് എക്സാമിന്റെയും ഇൻഷുറൻസ് എക്സാമിന്റെയും സിലബസ് ഒരു 98% സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഒരു ബാങ്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു ഇൻഷുറൻസ് എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പം LIC, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, അത്തരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനികളിലെ ഓഫീസർ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റും എല്ലാ വർഷവും നിരവധി റിക്രൂട്ട്മെന്റുകളിലായി നടത്താറുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ എക്സാമും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു വർഷത്തിൽ തന്നെ മോർ ദാൻ 20 എക്സാംസോളം ഒരു ആസ്പിരൻസിനുണ്ടാവും. സപ്പോസ് ഒരു എക്സാം മിസ്സായി കഴിഞ്ഞാൽ പോലും ഒരു മാസത്തിനുള്ളിൽ തന്നെ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ട് അടുത്തൊരു എക്സാം വരുന്നതായിരിക്കും. അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആണ്. മറ്റ് സെക്ടറിനെ അപേക്ഷിച്ചിട്ട് ഒരു ബാങ്കിൽ ഒരു കുട്ടി ഒരു മെയിൻസിന്റെ എക്സാം എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ബാങ്ക് എക്സാം അപ്ലൈ ചെയ്യുന്നു, ആ ഒരു സ്റ്റോറിയിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു പാത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഒരു കുട്ടി ഒരു ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ സപ്പോസ് ഇന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഇന്നൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു അടുത്ത മാസം, ഇന്നിപ്പം April 1 ആണ് എങ്കിൽ അടുത്ത മാസം May പകുതി ആകുമ്പോഴേക്കും ബാങ്കിന്റെ പ്രിലിംസ് എക്സാം ഉണ്ടാവും. June ലാസ്റ്റ് അല്ലെങ്കിൽ July ഫസ്റ്റ് വീക്കായിട്ട് മെയിൻസ് എക്സാം ഉണ്ടാവും. August സെപ്റ്റംബറിൽ റിസൾട്ട് വരുന്നു, ഒക്ടോബറിൽ ആൾക്ക് പോസ്റ്റിംഗ് വരുന്നു. മാക്സിമം ആ ഒരു 4-5 മാസത്തിനുള്ളിൽ തന്നെ ആൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ്. അപ്പം ഇത്തരം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് എന്താ പറയുന്നത്, ഒരു ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോബാണ്. ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ഒരു ജോബ് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഒരു എക്സാമിൽ നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് തൊട്ടടുത്ത ഒരു എക്സാമിലൂടെ തന്നെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അത് റീടേക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരുപാട് പോസിറ്റീവ് സൈഡുള്ള ഒരു സെക്ടറാണ് ആക്ച്വലി ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. ഒരു ബാങ്കർ ആകാനായി വേണ്ട എലിജിബിലിറ്റി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. മിനിമം നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണ് എങ്കിൽ ഈ പറഞ്ഞ PO ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഏജ് ലിമിറ്റ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 20 മുതൽ 28 വയസ്സ് വരെയാണ് ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് വരുന്നത്. PO പോസ്റ്റുകളിലേക്ക് വരുമ്പോൾ അത് 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ആ ഒരു ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാർക്കും PO ക്ലറിക്കൽ എക്സാം എഴുതാവുന്നതാണ്. അതേപോലെ റിസർവേഷൻ ഉള്ള ആൾക്കാർക്ക് ആ ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ നോക്കി നിങ്ങളത് മനസ്സിലാക്കുക. ഇനിയും ഒരു ബാങ്കിന്റെ എക്സാം, ബാങ്കിന്റെ ഒരു റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് 2-3 ഘട്ടങ്ങളായിട്ടാണ് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ നടത്താറുള്ളത്. അതായത് ഒരു ഓഫീസർ പോസ്റ്റിലേക്കുള്ള ഒരു എക്സാം ആണെങ്കിൽ, അതായത് ഒരു SBI PO അല്ലെങ്കിൽ ഒരു IBPS PO, RRB PO പോലെ പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്കുള്ള ഒരു എക്സാം ആണ് എങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാവും. ആ ഒരു പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെയിൻസിന്റെ എക്സാം വരും. ആ മെയിൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക, ഇന്റർവ്യൂ ഉണ്ടാവുക. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് ഒരു ഓഫീസർ പോസ്റ്റിലുള്ള ഒരു എക്സാം നടത്തപ്പെടുന്നത്. ഒരു ക്ലറിക്കൽ പോസ്റ്റിലേക്ക് വരുമ്പോൾ അത് ജസ്റ്റ് 2 ഘട്ടങ്ങളായിട്ട് ചുരുക്കപ്പെടുകയാണ്. അവിടെ ഒരു പ്രിലിമിനറി എക്സാമും അതിനുശേഷം ഒരു മെയിൻസ് എക്സാമും. മെയിൻസ് എക്സാമിൽ നിങ്ങൾ നേടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു റാങ്ക് ലിസ്റ്റ് അവർ ഫിക്സ് ചെയ്യുന്നുണ്ടാകും. ബാങ്ക് എക്സാമിന്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ഈ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് വേണ്ട ബാങ്കിങ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു ബാങ്ക് എക്സാം എന്നുള്ളൊരു ജേണിയിൽ തീർച്ചയായും ക്യൂബിറ്റിന്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.